പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 20ാമത്തെ നമ്മുടെ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിന്റെ ധ്യാനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് ഈ സെഷനിൽ ധാരാളമായി അവിടുത്തെ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല നിലകളിൽ നമുക്കത് പഠിക്കാമായിരുന്നു. എന്നാൽ നമ്മൾ പ്രധാനമായി ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ച ശൈലി, അത് ലൂക്കോസിന്റെ സുവിശേഷത്തെ ആധാരമാക്കി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടെക്സ്റ്റ് എടുത്തു. എന്നാൽ ദൈവമക്കളാകുന്ന നിങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന, മറ്റ് സുവിശേഷങ്ങളിലും നിങ്ങൾ ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായി ഓർപ്പിക്കുന്നു. കർത്താവിനെ കുറിച്ച് മത്തായി, മർക്കോസും യോഹന്നാനും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതും നിങ്ങൾ ഈ പാറ്റേണിൽ ഫോളോ ചെയ്യുവാനായി ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ നിലയിൽ നമ്മൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് പിന്നീട് ശിഷ്യത്വ പാഠങ്ങൾ കർത്താവ് പഠിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാവരും അനുസരിക്കേണ്ട ടീച്ചിങ്സ് ഉണ്ട് ഓൺ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. അത് നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ലൈഫ് സ്റ്റൈല് ഓൺ എർത്ത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില അവസരങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിലൊക്കെ അവിടുന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റും ഒക്കെ നമ്മൾ വായിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെ ഒന്ന് പരിചയപ്പെടുവാൻ നമ്മൾ അല്പമായി ഒന്ന് ശ്രമിച്ചു. ഇന്ന് ദൈവഹിതമെങ്കിൽ 31 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയുടെ കഫർന്നഹൂമിൽ നടക്കുന്ന ഒരു പള്ളിയിലെ ആ അനുഭവം നമ്മൾക്ക് ഒന്ന് അല്പമായിട്ട് ശ്രദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. അപ്പം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് ഗലീലയിലെ ശുശ്രൂഷയുടെ ആരംഭം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 16 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് നസ്രയത്തിലെ മാതൃപള്ളിയിൽ അവിടുന്ന് ചെന്ന് ശുശ്രൂഷിക്കുന്നതായിട്ട് കാണുന്നു. നമ്മൾ അല്പസമയം അത് എടുത്തിരുന്നു, ഒന്നിലധികം സെഷൻസ് അതിനെടുത്തിരുന്നു. അതുപോലെ ഏറ്റവും അവസാനത്തിൽ കർത്താവിൻ്റെ ഈ ടീച്ചിങ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പള്ളിയിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ ആദ്യം പോസിറ്റീവായിട്ടുള്ള പ്രതികരണവും പിന്നീട് അത് നെഗറ്റീവായിട്ട് മാറുന്നതും നമ്മൾ ശ്രദ്ധിച്ചു. ആ അനുഭവങ്ങളോടുള്ള കർത്താവിൻ്റെ പ്രതികരണവും നമ്മൾ ശ്രദ്ധിച്ചു. അവര് പുകഴ്ത്തിയപ്പോൾ കർത്താവ് അതിൽ ക്യാരിഡവേ ആയില്ല. അവരെതിർത്തപ്പോൾ കർത്താവ് ഡിസ്കറേജ്ഡുമായില്ല. അവിടം വിട്ട് കർത്താവ് അടുത്തടുത്തോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് 30-ാം വാക്യത്തിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. 18 മുതൽ ഉള്ള വാക്യങ്ങൾ 18-19 യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒരു പ്രഭാഷണം മുഴുവനും ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു എക്സ്പോസിഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് വായിച്ച ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. അപ്പൊ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ നാസറത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ആ വേദഭാഗത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായത്. അപ്പൊ അതിനകത്ത് നമ്മളെ അതിശയപ്പെടുത്തുന്ന കാര്യം,
അവിടുന്ന് നേരിട്ട് ആ പള്ളിയിൽ ചെന്ന് അവർക്കറിയാമെന്ന വേദഭാഗം വായിച്ച് ഒരു എക്സ്പോസിഷൻ നടത്തിയിട്ടും അവരാരും കർത്താവിനെ ഉൾക്കൊണ്ടില്ല എന്ന കാര്യം നമ്മൾ ആവർത്തിച്ച് ആ കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ കാരണം ഇതാ, അവരുടെ ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കില്ല. മതപരമായ അവരനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ അവരെ ദൈവത്തോട് അടുപ്പിക്കുന്നു, ദൈവം അവരെ അത് നിമിത്തം അംഗീകരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ നിമിത്തം സമ്പന്നരല്ലാതിരിക്കെ ആത്മീകമായി സമ്പന്നരാണെന്നൊരു തോന്നൽ അവർക്കുണ്ടായത് നിമിത്തം കർത്താവ് അവിടെ പറഞ്ഞ സുവിശേഷം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. മറ്റൊരു വലിയ വിഷയം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മുൻഗണന. അത് 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 18, 19-ാം വാക്യം, ഇനിയും ഈ അധ്യായത്തിന്റെ അവസാനം 43, 44 വാക്യം. പ്രയോറിറ്റി വചനം പ്രസംഗിക്കുക, വചനം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനും ഞാൻ ഊന്നൽ കൊടുത്ത് സംസാരിച്ചിരുന്നു. ഇപ്പൊ 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 9-ാം അധ്യായത്തിന്റെ 50 വരെയുള്ള വേദഭാഗത്തിലാണ് ഗലീലയിലെ കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ കാണുന്നത്. നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ്. ഇതിനു മുമ്പ് യഹൂദിയയിൽ കർത്താവ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടുത്തെ ഐഹിക ജീവിതത്തിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, അതിന് 35-ാം വാക്യത്തില് കർത്താവിന്റെ ഐഹിക ജീവിതത്തിലെ കൺസെപ്ഷൻ മേരിയുടെ ഉദരത്തിൽ ഹോളി സ്പിരിറ്റിനാലായിരുന്നു. ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4:1, 4:14 ഇവിടെയൊക്കെ ഹോളി സ്പിരിറ്റ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ എത്രയധികം ഇൻവോൾവ് ആയിരുന്നു. ലൂക്കോസ് 3:22 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് കർത്താവിന്റെ മേൽ വരുന്നു. ആത്മപൂർണനായി ആത്മാവിനാൽ നടത്തപ്പെട്ട് മരുഭൂമിയിലേക്ക് കർത്താവ് നടത്തപ്പെടുന്നു. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ആൻഡ് ജീസസിന്റെ ആ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ തക്കവണ്ണം, മെഡിറ്റേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഇത് കേവലം ഇൻഫർമേഷൻസ് ആയിട്ട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കർത്താവിനെ അനുഗമിക്കുന്നവർ എന്ന നിലയിൽ ഹൗ മച്ച് മോർ വി നീഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, വി നീഡ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി നീഡ് ടു മിനിസ്റ്റർ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ആശയം, ആ ദൂതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമുക്കും പ്രാർത്ഥിക്കണം, വ്യക്തിപരമായും സഭയായിട്ടും, കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ എല്ലാം നിറയ്ക്കണമേ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ധാരാളമായി അവിടുന്ന് പകരും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ കർത്താവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും അവിടുന്ന് അവിടുത്തെ ഡിവിനിറ്റിയിലല്ല, ഹ്യൂമാനിറ്റിയിൽ ഹോളി സ്പിരിറ്റിന്റെ ശക്തിയാലാണ് അവിടുന്ന് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നമ്മളത് വായിച്ച് ധ്യാനിച്ചതാണ്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങൾ, അവിടെയൊക്കെ ഈ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിന്തിച്ച മറ്റൊരു കാര്യമാണ് 4-ാം അധ്യായത്തിൽ 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 21-ാം വാക്യത്തിൽ തന്നെ കർത്താവിന് ബോധ്യമായി ഇവർ കർത്താവിന്റെ പ്രഭാഷണം സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഇവൻ ജോസഫിന്റെ മകനല്ലേ? എന്നിട്ട് അവിടെ കർത്താവ് ഒരു കോംപ്രമൈസ് നടത്താതെ, നമുക്കറിയാവുന്ന ഒരു ഭാഷ പറയാം, ഒരു സീക്കർ ഫ്രണ്ട്ലി അപ്രോച്ച് നടത്താതെ അവരെ ശക്തമായി ചൊടിപ്പിക്കുന്ന 2 ഉദാഹരണങ്ങളാണ് ഏലിയാവിന്റെയും ഏലിശയുടെയും ശുശ്രൂഷയിൽ സംഭവിച്ചത് കർത്താവ് എടുത്തു പറയുന്നത്. ഒരു പ്രവാചകനും തൻ്റെ നാട്ടിൽ
അംഗീകരിക്കപ്പെടുകയില്ല എന്നുള്ള കർത്താവ് പറഞ്ഞ കാര്യത്തെ പിന്താങ്ങുവാൻ വേണ്ടിയാണ് കർത്താവ് അവരുടെ ചരിത്രത്തിൽ നിന്ന് അവർക്കറിയാമെന്ന ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെയാണ് അവര് ശക്തമായി പ്രതികരിച്ചു. എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റെന്നാണ്. എന്നിട്ട് പട്ടണത്തിന് പുറത്താക്കി എന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. അത് മാത്രമല്ല, കർത്താവിനെ കൊല്ലുവാനായിട്ട് അവർ ഭാവിച്ചുവെന്ന്. കർത്താവിന്റെ അപ്രോച്ച് സീക്കർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. ആയിരുന്നെങ്കിൽ അവർ ആക്ച്വലി പറഞ്ഞത് ഒരത്ഭുതം ചെയ്ത്, കഫർനോമിലൊക്കെ ചെയ്ത പോലെ ഇവിടെയും ചെയ്ത്, പ്രൂവ് ദാറ്റ് യു ആർ ദ മെസ്സായ. ഇന്ന് സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ കർത്താവ് ചെയ്തില്ല. അപ്പോൾ ഒരു സീക്കർ ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലായിരുന്നു. ആളുകളെ എല്ലാം കൂടെ മറ്റേതെങ്കിലും നിലയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശുശ്രൂഷയല്ല നമ്മൾ കാണുന്നത്. പിതാവാം ദൈവം പുത്രനെ അയച്ചു, ആത്മാവിനാൽ നടത്തപ്പെട്ടു, ആത്മനിയോഗത്തിൽ പുസ്തകം വിടർത്തി, ആത്മനിയോഗത്തിൽ യെശയ്യാപ്രവചനം 61 വന്നു. മെസ്സിയാനിക് പാസേജ് കർത്താവ് വ്യാഖ്യാനിച്ച് അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ പറയുക, ഇന്ന് നിങ്ങളുടെ കേൾവിയിൽ ഇത് നിവൃത്തിയായിരിക്കുന്നു. ആദ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവിന് വേണേൽ ഉൾക്കൊള്ളത്തക്കവണ്ണം എന്തെങ്കിലും ഒരു കാര്യം അവരാവശ്യപ്പെട്ടതുപോലെ ചെയ്യാം. കർത്താവ് അത് ചെയ്തില്ല. ഹിസ് അപ്രോച്ച് വാസ് നോട്ട് സീക്കർ ഫ്രണ്ട്ലി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 4:30 ദരിദ്രരാണെന്ന തിരിച്ചറിവില്ലാത്ത നസ്രത്തിലെ ആളുകൾ അവർ കർത്താവിനെ 29 വാക്യത്തിൽ അവർ തള്ളിക്കളയുകയാണ്. 30 വാക്യത്തിൽ കർത്താവ് മിറാക്കുലസ് ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണ്. അപ്പൊ അത് നമുക്കറിയാം, അവിടുത്തെ നാഴിക വന്നിട്ടില്ലായിരുന്നു. ഇനി 31 വാക്യം തൊട്ട് 44 വരെയുള്ള വാക്യങ്ങൾ, ടു ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ, ഒറ്റ ദിവസം നടന്ന സംഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഫർനഹൂമിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നു, അവിടുത്തെ സിനഗോഗിൽ. അതിനുശേഷം പത്രോസിന്റെ വീട്ടിൽ പോകുന്നു. പിന്നെ ധാരാളം ആളുകൾ അവിടെ കടന്നു വരുന്നു. അടുത്ത ദിവസം കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു ദിവസം. എത്ര ഹെക്റ്റിക് സ്കെഡ്യൂൾ ആയിരുന്നു കർത്താവിൻ്റെത് എന്ന് നമ്മൾ ആ ഭാഗം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ഹെക്റ്റിക് സ്കെഡ്യൂളിന്റെ ആ സ്കെഡ്യൂള് കർത്താവ് പുലർത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ അവിടുന്ന് സമയം കണ്ടെത്തിയെന്നാണ് നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതിരാവിലെ അവിടുന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വേദഭാഗത്തിലൂടെ പോകുമ്പോൾ അവിടുത്തെ മിനിസ്ട്രി നമ്മൾ വിലയിരുത്തുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ റെസ്പോൺസസ്, ജീവിത സാഹചര്യങ്ങളോടുള്ള അവിടുത്തെ പ്രതികരണങ്ങളുടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. കഫർനഹൂം എന്ന് പറയുന്ന പട്ടണം പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. പുതിയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 16 വാക്യം 28 മുതൽ 30 വരെയുള്ള വാക്യം, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഫർനഹൂമാണ് പിന്നീട് കർത്താവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറുന്നത്. എപ്പോഴാണ് കർത്താവ് പോകുന്നത്? നസ്രയത്തിൽ നിന്നും മതനേതൃത്വവും പള്ളിക്കാരും കർത്താവിനെ പുറത്താക്കി അവിടെ നിന്ന് കർത്താവ് പോകുന്നത് കഫർനഹൂമിലേക്കാണ്. ഈ ഒരു പട്ടണമാണ് കർത്താവ് ചൂസ് ചെയ്യുന്നത് ഒരു ഹോം സിറ്റി ആയിട്ട്. മത്തായി 4:13 വളരെ ശ്രദ്ധേയമാണ്. നസ്രത്ത് വിട്ട് സെബലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. അപ്പൊ കഫർനഹൂമാണ് കർത്താവിന്റെ
അഡോപ്റ്റഡ് ഹോം ടൗൺ, ഗലീലയിലെ ഒരു പട്ടണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആ 4-ാം അധ്യായത്തിന്റെ 13 ചെന്ന് പാർത്തു എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് ചെന്ന് കുറെ നാൾ അവിടുത്തെ ശുശ്രൂഷ സമയത്ത് അവിടുന്ന് സെറ്റിൽ ചെയ്തു എന്നതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പട്ടണം പത്രോസും അന്ത്രയോസും ഒക്കെ അവരും കഫർനഹൂം അവരുടെ ഹോം ആക്കിയിട്ടുണ്ട്. ബെത്സൈദക്കാരായിരുന്നു. അവർ കഫർനഹൂമിൽ വന്ന് പിന്നീട് പാർക്കുന്നു. ഇതുപോലെ മത്തായി 9:9 മത്തായി എന്ന ചുങ്കക്കാരൻ അവിടെ ചുങ്കം പിരിക്കുന്ന ആ സമയത്താണ് കർത്താവ് അദ്ദേഹത്തെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ 31-ാം വാക്യമാണ് ഇവിടെ വായിച്ചത്. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അപ്പൊ ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു എന്ന് പറയുമ്പോൾ എവിടെ? അത് 33-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ പള്ളിയിൽ. അപ്പൊ 16-ാം വാക്യത്തിൽ ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നുണ്ട്. ഇപ്പൊ കഫർനഹൂമിലും വന്ന് ശബത്ത് ദിവസം കർത്താവ് പള്ളിയിൽ ചെന്ന് അവിടെ ന്യായമായി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് അവിടുത്തെ പള്ളിപ്രമാണി കർത്താവിനെ ഇൻവൈറ്റ് ചെയ്തു. കർത്താവ് പുസ്തകം വായിച്ചു. കർത്താവ് ഒരു പ്രഭാഷണം നടത്തി. എവിടെയാ, എന്താ ടെക്സ്റ്റ് അറിഞ്ഞുകൂടാ, അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങ് ചിന്തിച്ചു പോകുകയാ, ഒരു പക്ഷെങ്കിൽ യെശയ്യാപ്രവചനം 61-1-2 വാക്യമാണോ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആണോ എന്ന് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ അങ്ങ് വെക്കുക. ഒരു സ്പെക്കുലേഷൻ, പോസിബിൾ, വി ഡോണ്ട് നോ, കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവരെ ഉപദേശിച്ചു പോകുന്നു എന്നുള്ള വാക്ക് ഒരല്പം നിങ്ങളൊന്ന് ചിന്തിക്കുക. എഗെയിൻ ആ വേർഡ് മിനിസ്ട്രിയുടെ പ്രാധാന്യത. അപ്പൊ ഈ കഫർനഹൂമിലെ ഈ സിനഗോഗിൽ ഒരു വലിയ അത്ഭുതകരമായ വിടുതൽ നടക്കുന്നുണ്ട്, ഞാനത് പറയാം. എന്നാൽ എഗെയിൻ ഐ വോണ്ട് യു ടു നോട്ടീസ് ദ പ്രയോറിറ്റി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് മാത്രമല്ല, wherever the Lord is sending me, ഇത് ഞാൻ എടുത്തു പറയും. കാരണം ഇതാണ്, ഒരുപാട് പ്രസംഗികൾ ദൈവവചനത്തിന്റെ പ്രഘോഷണത്തെ ഡൗൺ പ്ലേ ചെയ്യുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണ്, വചനവിരുദ്ധമായ കാര്യമാണ് എന്ന് ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഇപ്പോൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയും 31-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ അവരെ ഉപദേശിച്ചു പോകുന്നു. സത്യമായ ദൈവത്തിന്റെ വചനത്തിന്റെ വിഷയങ്ങളിൽ അവരെ ടീച്ച് ചെയ്യുക. കൊലോസ്യ ലേഖനം 3:16 എല്ലാ വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഇതാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പിന്നെ നമ്മൾ ഈ സ്റ്റഡിയുടെ ആരംഭത്തിൽ ഗ്രേറ്റ് കമ്മീഷന് നാണയത്തിന്റെ 2 വശം പോലെയാണ്. നാണയത്തിന്റെ ഒരു വശം ഇവാഞ്ചലിസമാണ്, നാണയത്തിന്റെ മറുവശം ഡിസൈപ്പിൾഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിച്ചിട്ടാണ് ഡിസൈപ്പിൾഷിപ്പ് പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറായത്. ആ ഡിസൈപ്പിളിങ്ങിന് ഗ്രേറ്റ് കമ്മീഷനിലെ നാണയത്തിന്റെ 2-ാം ഭാഗമാകുന്ന മത്തായിയുടെ സുവിശേഷം 28:18 മുതലുള്ള വാക്യം, അതിൽ 19-20 വാക്യം ഞാൻ വായിക്കാം. അവിടെയും നമുക്ക് കാണാൻ കഴിയും ടീച്ചിങ് മിനിസ്ട്രിക്ക് ഊന്നൽ ഉള്ളത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, കേവലം ഹെഡ് നോളജ് അല്ല, സോ ദാറ്റ് ദി ഹിയറർ, ദി ഓഡിയൻസ്, ദ പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും
നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അന്യോന്യം പഠിപ്പിക്കണം. ഗ്രേറ്റ് കമ്മീഷനിൽ ഇവാഞ്ചലിസം ചെയ്ത് പുതിയ കൺവേർട്സ് വരുമ്പോൾ സഭാ നേതൃത്വം പഠിപ്പിക്കണം. അല്ലാതെ എങ്ങനെയാ ശിഷ്യരാകുന്നത്? ക്രിസ്തു കേന്ദ്രിതമായ പഠിപ്പിക്കൽ അവർക്ക് കൊടുക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അത് 1 മുതൽ 7 വരെ വായിക്കേണ്ടതാ, ഞാൻ വായിക്കാതെ 2-ാം വാക്യം മാത്രം. കാരണം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ ഉപദേശിമാർക്ക് ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അവരുടെ പേഴ്സണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, ഫിനാൻഷ്യൽ, അവരുടെ കാര്യങ്ങള്, ഫാമിലി ലൈഫ് എല്ലാം കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ്. എന്നാൽ അവരുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ ശുശ്രൂഷ എന്താണ്? എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 5 കൂട്ടം ശുശ്രൂഷകരെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ, ഈ ചിലരെ 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 നിങ്ങൾ എഴുതിയിട്ട് അവസാനം പാസ്റ്റർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അതിനിടയ്ക്ക് ചിലരെ ഇല്ല. കാരണം പാസ്റ്റർ, ടീച്ചർ ഒരു മിനിസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. ടീച്ചേഴ്സായി മാത്രമുള്ളവരുണ്ട്. എന്നാൽ പാസ്റ്റർ ആണെങ്കിൽ ദൈവവചനം നന്നായി ഉപദേശിക്കുന്നവനായിരിക്കണം, പഠിപ്പിക്കുന്നവനായിരിക്കണം. ഇന്നത്തെ പ്രാദേശിക ദൈവസഭകളിൽ പലയിടത്തും പഠിപ്പിക്കലില്ലാതെ പോയി. അത് ജീസസിന്റെ മാതൃകയല്ല. ജീസസിന്റെ മാതൃകയിൽ he was going into local synagogues and teaching the word of God. ഇതിപ്പോ ഞാൻ എടുത്തത് ഏതോ 4-ാം അധ്യായത്തിന്റെ 31 ഒരു ഒറ്റപ്പെട്ട വാക്യമൊന്നും അല്ല. ഇതിനോടകം നമ്മൾ ധാരാളം ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചവരാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ലൂക്കോസ് എന്ന എഴുത്തുകാരനും ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. 15-ാം വാക്യത്തിൽ അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. The ministry of teaching the word of God is very important. Again, I stress it, underline it. കാരണം പണ്ട് ഒരിക്കലും കേൾക്കാത്തതുപോലെ ദൈവവചനത്തിന്റെ പ്രസംഗത്തോടും പഠിപ്പിക്കലിനോടും ഉള്ള ഒരു വിരക്തി വർദ്ധിച്ചു വരികയാണ്. കർത്താവിൽ പ്രസിദ്ധരെന്ന് നാം ചിന്തിക്കുന്ന ആളുകൾ പോലും ഇന്ന് നമുക്ക് പ്രസംഗമല്ല വേണ്ടത് ബ്രദറെ, അഭിഷേകമാണ് വേണ്ടത്. പക്ഷെ ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലായത് അഭിഷക്തനായ കർത്താവ് ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിന്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ, ടു preach and teach the word. തീർച്ചയായിട്ടും ഞാൻ അഗ്രി ചെയ്യുന്നു. ആളുകളെ ഡെലിവറി ചെയ്യാനും രോഗത്തെ സൗഖ്യമാക്കാനും എല്ലാം കൂടെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്നാൽ ഇത് അവഗണിക്കരുത്, ദൈവത്തിന്റെ വചനം അവഗണിക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ന് ദുരുപദേശങ്ങൾ പടരുന്നത്? അതിന് സിമ്പിൾ ഉത്തരം പറയാം. ലോക്കൽ ചർച്ചസ്, മീനിങ് ലോക്കൽ congregation is not equipped to identify and reject heretic teachings. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബലഹീനര്, വസ്തുതമായ ആളുകൾ ഏത് കാര്യം കേട്ടാലും കൈയടിക്കുന്നത് ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കൃത്യമായി കർത്താവ് ദൈവവചനം പഠിപ്പിച്ചിരുന്നു, ഉപദേശം കർത്താവ് പഠിപ്പിച്ചിരുന്നു. കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്കുള്ള പ്രയോറിറ്റി നമുക്ക് കാണുവാൻ കഴിയും. ശരിക്കും ഉപദേശമുള്ളിടത്താണ് മനുഷ്യരുടെ സ്വഭാവത്തിന് ഡിറക്ഷൻ ഉണ്ടാകുന്നത്. ഡോക്ടറിൻ ഇല്ലെങ്കിൽ there is no direction to life. ദൈവിക കാര്യങ്ങളാണോ ലൗകികമാണോ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ലോക്കൽ കോൺഗ്രിഗേഷനിലാണ് അവർക്ക് ആ കാര്യങ്ങൾ വചന ശുശ്രൂഷയിൽ മനസ്സിലാകേണ്ടത്.
കേവലം ഇൻഫർമേഷൻ മാത്രമല്ല, ട്രാൻസ്ഫോർമേഷനും അതിൽ നടന്നിരിക്കണം. അതുപോലെ അവിടെ ഉപദേശിക്കുക, ടീച്ചിങ് എന്നുള്ള ആ ക്രിയാപദം പ്രസന്റ് ടെൻസിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അത് കാണിക്കുന്നത്? ജീസസ് കണ്ടിന്യൂലി പഠിപ്പിക്കുകയായിരുന്നു. ശിഷ്യരാകുന്ന നമ്മൾ അത് അനുഗമിക്കണം. പാസ്റ്റർ, എനിക്കൊരു പുൾപിറ്റില്ല, ഞാൻ എങ്ങനെയാ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്നത്? വീട്ടിൽ യു ഹാവ് എ കോൺഗ്രിഗേഷൻ ഇല്ലേ? ആ കുടുംബ പ്രാർത്ഥനയിൽ ആ മക്കളെ, ഭാര്യ എന്നിവരെ ദൈവവചനം പഠിപ്പിക്കാൻ ചുമതലയുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് അല്ലെങ്കിൽ വീട്ടുനാഥൻ. ദ ഹസ്ബൻഡ്, ഹി ഈസ് ദ ലീഡർ. ഞാൻ ഈയിടെ യൗവനക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നടത്തേണ്ടി വന്നു. ശക്തമായ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനകത്തുനിന്നല്ല എനിക്ക് ബോധ്യമായ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ചാരുന്നത് മുഴുവനും യൂത്ത് മീറ്റിങ്ങും സൺഡേ സ്കൂളിലുമാണ്. ഓക്കെ, അതിന്റെ സ്ഥാനമുണ്ട്, അതങ്ങനെ പോട്ടെ, അത് സംബന്ധിച്ച് ഞാൻ പറയല്ല. ബൈബിൾ എന്താ പറയുന്നത്? ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ദൈവവചനത്തെ കൃത്യമായിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. കൊച്ചിലെ തന്നെ തിരിച്ചറിവിന്റെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ആധുനിക ഒരു മൊബൈൽ അങ്ങ് പിടിപ്പിക്കും. പിന്നെ ഉള്ള ഗെയിമെല്ലാം കൂടെ കളിച്ച് ഒരുമാതിരി ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലായി കഴിഞ്ഞ് ഇവൻ സൺഡേ സ്കൂളിൽ പോയാലും ശരിയാകത്തില്ല, യൂത്ത് മീറ്റിങ്ങിനും ശരിയാകത്തില്ല. ഉള്ള ഉപദേശിമാരെല്ലാം കൂടെ തലേ കൈവച്ചാലും പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ആരംഭത്തിൽ തന്നെ തുടങ്ങണം. അങ്ങനെ ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? മാതാപിതാക്കളുടെ ചിന്ത വേറെയാണ്. സാമ്പത്തികമുണ്ടാക്കി അവർക്കൊരു ഭദ്രത ഉണ്ടാക്കുക. അതിനേക്കാൾ എത്രയോ വലുതാണെന്നറിയാമോ? നിത്യസത്യങ്ങളെ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ടീച്ച് ദം കണ്ടിന്യൂവലി. അവിടെയാണ് അവരുടെ ആത്മീയതയ്ക്കും ഈ ലോകത്തിലെ ജീവിതത്തിനും ഭദ്രത ഉണ്ടാകുന്നത്. നമ്മൾ നേരെ തിരിഞ്ഞു, ഇത് അവഗണിക്കുക, ഇത് സൺഡേ സ്കൂളുകാർ ചെയ്തോളും. എന്നിട്ട് പരാതിയുണ്ട് സൺഡേ സ്കൂൾ ടീച്ചറിനെയും സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസിനെയും ഹെഡ് മാസ്റ്ററെയും അതും ഇതൊന്ന് പറയും. യൂത്ത് മീറ്റിംഗ് നമ്മൾ ഉടനെ നമ്മുടെ പരാതി ഇത് ഇങ്ങനെയൊക്കെയാണോ യൂത്ത് മീറ്റിംഗ്? എന്നാ അച്ഛൻ വന്ന് നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കത്തില്ല. എന്താ നമ്മൾ ഈ പരാതിപ്പെട്ടികളായി മാറിയത്? നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുന്നില്ല. ഞാൻ ഒരു ആപ്ലിക്കേഷൻ നടത്തിയതാണ്. ജീസസ് വാസ് കണ്ടിന്യൂസ്ലി ടീച്ചിങ്. അപ്പൊ സഭാ ശുശ്രൂഷയില്ലാത്ത ഒരാൾ ചോദിക്കാതെ ഞാൻ എവിടെ ഈ കണ്ടിന്യൂസ് ടീച്ചിങ്? എത്രയോ വേദികളുണ്ട് നമുക്ക്. ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട വേദി നമ്മുടെ ഫാമിലിയാണ്. വടക്കേ ഇന്ത്യയിൽ 6 മാസം കൂടുമ്പോൾ വന്ന് 2 ദിവസം നിന്നേച്ച് ഭയങ്കര ചൂടാ, എന്നാ പിന്നെ പോയേക്കാം. നല്ല കാര്യമാണ്, ഞാൻ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വടക്കേ ഇന്ത്യയിൽ ഒരു 1000 ആത്മാക്കളെ നിങ്ങൾ നേടി എന്നിരിക്കട്ടെ, വെരി ഗുഡ്, പ്രതിഫലമുണ്ട്. പക്ഷെ സ്വന്തം മക്കൾ കൈവിട്ടു പോയാലോ? അത് പ്രാർത്ഥിക്കുകയും വേണം, ഉപവസിക്കുകയും വേണം, പറഞ്ഞു കൊടുക്കുകയും വേണം. സ്തോത്രം. ഇത് ഈ കാലഘട്ടത്തിലെ മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ്. എന്നിട്ട് 15, 16, 17 വയസ്സാകുമ്പോൾ എങ്ങനെങ്കിലും പറഞ്ഞും ക്യാൻവാസ് ചെയ്തും എന്തെങ്കിലും ഒരു ആപ്പിളിന്റെ ഒരു നല്ല ലാപ്ടോപ്പ് പപ്പ മേടിച്ചു തരാം, നീ അങ്ങ് സ്നാനപ്പെടും. അവൻ 1 അല്ല 2, 3 സ്നാനപ്പെടും. അല്ലെ കാറ് മേടിച്ചു തരാം. ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് സ്നാനപ്പെടുത്തി ഇവൻ രക്ഷിക്കപ്പെട്ടതാണ്. ഇങ്ങനെ 2 എണ്ണം കൂടെ കൊണ്ടുപോയി നമ്മള് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എന്നൊക്കെ പറഞ്ഞ് ഉഭയസമ്മതവൻ. ഇവനിത് എന്തുവാ പറയുന്നതെന്നും അറിയത്തില്ല. ധാരുടെ സന്നിധിയിലാണ് ഈ ഉഭയസമ്മതം ചെയ്യുന്നതെന്നും അറിയത്തില്ല. താത്ത പറയുന്ന പോലെ ഇതൊക്കെ പറയും. 3-ാം ദിവസം തൊട്ട് മുട്ടം വഴക്കുണ്ടായി 3 മാസം തികയ്ക്കുന്നതിന് മുമ്പ് പെന്തിക്കോസുകാരികൾ 2 പേരും കൂടെ 2 ഇടത്ത് പോകും. എന്താ ഇതിന്റെ അടിസ്ഥാനം? വൈ ഈസ് ദിസ് ഹാപ്പനിങ്? ഐ എം ടെല്ലിങ് യു with a very grieved heart.
ഇതിപ്പോ US മാത്രമുള്ള പ്രശ്നമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തും USA ഇനി ഇവിടെ വന്ന് പഠിക്കണം. അതുപോലെ ഇവിടേക്ക് എന്തുവാ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ പോലും കഴിയില്ല. അങ്ങനങ്ങായി. ഡോണ്ട് ബ്ലെയിം ദ പാസ്റ്റർ, ഡോണ്ട് ബ്ലെയിം ദ സൺഡേ സ്കൂൾ ടീച്ചർ, ഡോണ്ട് ബ്ലെയിം ദ യൂത്ത് ലീഡർ എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറയുന്നത്. അവരവരുടെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം സാന്ദർഭികമായി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ജീസസ് വാസ് കണ്ടിന്യൂലി ടീച്ചിങ് വി മസ്റ്റ് ഹാവ് ദാറ്റ് ഹാബിറ്റ് ആസ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി ഇൻ ദ മിനിസ്ട്രി? കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. 32-ാം വാക്യം, അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവരവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നസറേത്തുകാർക്ക് മാത്രമല്ല വിസ്മയം, കഫർനഹൂമുകാരും വിസ്മയിച്ചു. എന്താ കാര്യം? കാര്യം ഇതാണ്, അവരുടെ റബിമാരെ പോലെ അല്ല പ്രസംഗം. പിന്നെങ്ങനെയാണ്? അധികാരത്തോടെ. അവരുടെ റബിമാരെങ്ങനെയാ പ്രസംഗിച്ചത്? ഈ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു, ആ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു, പാരമ്പര്യ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു പറയുമ്പോൾ കർത്താവ് ശക്തമായി ഇവരെ ഒന്നും കോട്ട് ചെയ്യാതെ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന നിലയിൽ പറയുന്ന ആ അധികാരത്തോടെ, വളരെ ശക്തിയോടെയാണ് കർത്താവിന്റെ ടീച്ചിങ്സ്. ആബ്സല്യൂട്ട് അതോറിറ്റിയോടുകൂടിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇതാണ് അവരെ ആകർഷിക്കുന്നത്, അധികാരത്തോടെ. ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് ഒരു പദപ്രയോഗം. 33-ാം വാക്യം, ഇനിയാണ് പള്ളിയിലെ പ്രശ്നം. നസറേത്തുകാരുടെ അടുത്ത് കർത്താവ് പ്രസംഗിച്ചു, അവിടെ പ്രശ്നം. ഇവിടെ വേറൊരു പ്രശ്നം. നമ്മൾ ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് സന്ദർഭവശാൽ ഇതൊന്ന് ചിന്തിച്ചു. നമുക്കെപ്പോഴും ആഗ്രഹം പള്ളിയിൽ എല്ലാവരും നമ്മുടെ പ്രസംഗം കേട്ടു, പിന്നെന്താ, വാവ് ബ്രദർ, റിയലി ഗുഡ് സെർമൺ. ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാ. നസ്രേത്ത് പോലെ ഉള്ളിടത്തെങ്ങാണ് ഒരു ഗസ്റ്റായിട്ട് നമ്മളെ വിളിച്ചാൽ എന്ത് നടക്കും? എന്ത് നടക്കുമെന്ന് ഇപ്പൊ ഇനിയും പറയുന്നില്ല, നമുക്കറിയാം. കഫർനഹൂമിൽ പോലും പ്രസംഗം പൂർത്തീകരിച്ചില്ല. ഒരച്ചായൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ. അച്ചായൻ എല്ലാ ശബത്തിലും വന്ന് പുള്ളി അവിടുത്തെ ഒരു പ്രശ്നവും പുള്ളി ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി അവിടുത്തെ ഒരു പ്രധാന വിശ്വാസിയാണ്. പക്ഷെ കർത്താവ് ദൈവവചനം അങ്ങോട്ട് ശക്തമായി പറഞ്ഞപ്പോൾ there was power in the preaching. എന്ത് നടന്നു? അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ ജീസസ് പ്രശ്നം എൻകൗണ്ടർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ആദ്യം നസറേത്തിൽ, ഇപ്പോൾ കഫർനഹൂമിൽ. ജീസസിന്റെ ഈ അധികാരത്തോടെയുള്ള ശക്തിയോടെയുള്ള ദൈവവചന ശുശ്രൂഷയാണ് ഇവിടെയും ഒരു ഓപ്പോസിഷൻ സ്റ്റർ ചെയ്യുന്നത്. ഇവിടെ ആ പ്രസംഗമാണ്. ഭൂതത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അശുദ്ധ ഭൂതം എന്നാണ്. എല്ലാ ഭൂതങ്ങളും അശുദ്ധമാണ്. അശുദ്ധ ഭൂതം. നമ്മള് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ് സ്ഥിരമായി കർത്താവിന്റെ ശുശ്രൂഷയിൽ നടന്നിരുന്നു. ഈ അധികാരം കർത്താവ് അവിടുത്തെ ശിഷ്യന്മാർക്കും കൊടുത്തിരുന്നു. ഞാൻ പിന്നീട് ആ വാക്യങ്ങൾ വായിക്കാം. അവരെ ഈരണ്ടീരണ്ടായിട്ട് അയച്ചപ്പോൾ അവര് ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. ഇന്നും ഇത് നടക്കണം. We are disciples of Jesus. We want to concentrate on his lifestyle, how he lived his life in his humanity. Okay. പക്ഷെ ഇതോടൊന്ന് ശ്രദ്ധിക്കണം.
പുതിയ നിയമ ശുശ്രൂഷയിൽ ഇങ്ങനെയും ശുശ്രൂഷയുണ്ട്. അവിടെ അശുദ്ധ ഭൂതം ബാധിച്ചു എന്നൊരു പ്രയോഗം. ബാധിച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ മനുഷ്യന്റെ അകത്ത് ഭൂതം താമസിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഭൂതം നിയന്ത്രിക്കുക. ഈ സിനഗോഗിൽ വന്നിരിക്കുന്ന മനുഷ്യൻ, അല്ല, പുള്ളി എന്തിനാ സിനഗോഗിൽ വന്ന്? പാഠം വായന കേൾക്കാൻ, പിന്നെ പ്രസംഗം കേൾക്കാൻ, എന്നിട്ട് വീട്ടിൽ പോകാൻ. He was indwelt, possessed by a demon. അങ്ങനെ അശുദ്ധാത്മാക്കൾ ചെയ്യും. ഡിമോണിക് ഇൻഫ്ലുവൻസുകൾ ഉണ്ട്, അത് പലർക്കും ഉണ്ടാകാം. എന്നാൽ ഡിമോണിക് പൊസഷനാണ് ഇവിടെ. ആ ആളിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ പുതിയ നിയമത്തില് ഈ വിഷയം ഒന്ന് മനസ്സിലാക്കാൻ, ഈ ഡിമോണിക് പൊസഷൻ നമ്മൾ അനേക വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദുരാത്മാവ് ആവസിച്ചെന്നും നിയന്ത്രിച്ചെന്നും പീഡിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ധ്വനി വരുന്ന വാക്കുകളാണ്. നിങ്ങൾ നോക്കിയാൽ ഞാൻ ചില വാക്കുകൾ, അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, 33-ാം വാക്യം, 8:27 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ, 13:11 ശ്രദ്ധേയമാണ്, രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവിരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ. നമുക്കറിയാം ആന്റിയെ. അപ്പൊ ഇവിടെ രോഗാത്മാവെന്ന് പറഞ്ഞാൽ ഭൂതം ബാധിച്ചു കഴിഞ്ഞ് രോഗമായി വെളിപ്പെടുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, എല്ലാ രോഗത്തിന്റെയും പിൻപിൽ ഭൂതമല്ല, അല്ലെ പിന്നെ അതൊരു വലിയ വിഷയമായി മാറും. അങ്ങനെയല്ല, അതൊക്കെ ഡിസേൺ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ ഇത് നിങ്ങളോട് പറഞ്ഞതാണെന്ന് തോന്നുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. രസകരമായ ഒരു കാര്യം ഉണ്ടായി. ഞാൻ മറ്റൊരു ചർച്ചില് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു മാസയോഗത്തിന് പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ മാസയോഗത്തിന് ഇരിക്കുമ്പോൾ പ്രധാന ശുശ്രൂഷകന്റെ ഒരു അറിയിപ്പ്, ഇന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടുത്തെ ഇന്ന ഒരു കുടുംബത്തിൽ ഒരല്പം പ്രതികൂല സാഹചര്യമാണ്, അവരുടെ ഒരു കുട്ടിക്ക് ഒരല്പം പ്രശ്നമാണ്, അസ്വസ്ഥതയാണ്, പ്രാർത്ഥിക്കണം, വിടുതൽ ആവശ്യമാണെന്നൊക്കെ ഒരു അറിയിപ്പ്. യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, സൗരന്മാരെ, നമുക്ക് അത്തറ്റം വരെ ഒന്ന് പോകാം, എന്താ ഈ സംഭവം ഒന്ന് കാണാൻ പോയതാ കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഒരു യൗവനക്കാരൻ അവിടെ അവരുടെ ഭാഷയിൽ ഭൂതോപദ്രവമാണ്. അവിടുത്തെ ഉപദേശി ശാസിക്കുന്നുണ്ട്, പാട്ടുപാടുന്നു, പിന്നെയും ശാസിക്കുന്നു. അപ്പൊ ഞാനിതെല്ലാം ഇരുന്ന് കാണുക. അപ്പൊ ഈ യൗവനക്കാരൻ ഞെട്ടുന്നു, തിരിയുന്നു, വെട്ടുന്നു, ഇങ്ങനെ കുറെ ചേഷ്ടകളൊക്കെ കാണിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ കണ്ണു തുറന്ന് ഇവനെ വാച്ച് ചെയ്യുന്നുണ്ട്, കർത്തൃദാസനെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തോ എൻ്റെ മനസ്സിലൊരു ചിന്ത, എൻ്റെ മനസ്സിലെ ചിന്ത, ഇതെല്ലാം ചുമ്മാതാ. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്നും നിങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവൻ ഈ കാണിക്കുന്ന ഗോഷ്ഠിയൊക്കെ ചുമ്മാതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണം അവിടെ ഭയങ്കര സംഭവമായിട്ട് എന്തോ നമ്മളെ ഭാഷ പറഞ്ഞ കത്തി നിൽക്കുക. ഞാൻ എൻ്റെ കൂട്ടുപ്രവർത്തനോട് പറഞ്ഞു, ബ്രദറെ, ആ കൂട്ടുപ്രവർത്തകൻ ഇപ്പൊ അമേരിക്കയിലുണ്ട് കേട്ടോ. അദ്ദേഹം സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹം ഓക്ലഹോമയിലാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഇവനെ ഒന്ന് വെളിയിലോട്ടൊന്ന് കൊണ്ടുപോയിട്ട് ഇവനോട് എന്നോട് ശാന്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്തുവാ സംഭവം, എന്തുവാ. ഞാൻ പറഞ്ഞ അനുസരിച്ച് എൻ്റെ കൂട്ടു സഹോദരൻ ഈ പയ്യനെ വെളിയിലോട്ട് മെല്ലെ കൊണ്ടുപോയി. ഈ വെട്ടി ഞെട്ടി
ഈ ചേഷ്ടകൾ കാണിക്കുന്ന ഈ യൗവനക്കാരൻ. പിന്നീട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, എടാ എന്ത് പറയും നിനക്ക്? അപ്പൊ അവൻ പറഞ്ഞു, ഇവരോടൊന്ന് പറ, എനിക്ക് പ്രശ്നമില്ലെന്ന്. ചേണ്ട കിടക്കുന്നു. മനസ്സിലായോ? ഒടുവിൽ ഇതെല്ലാം കൂടെ സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ, 10ാം ക്ലാസ്സിലെ പരീക്ഷ അവൻ എഴുതണ്ട. അതിനവൻ ഒരു പരിപാടി എടുത്തതാണ്. പാവിട്ട് കരയുകയാണ് അവന്റെ അമ്മ. വലിയ പ്രശ്നങ്ങളാണ്. ഞാനിപ്പോ ഇത് പറഞ്ഞെന്താണെന്നറിയോ? എല്ലാ കേസും ഇതല്ല, പക്ഷെ ഇങ്ങനെയുള്ള കേസ് നമ്മൾ ഡിസേൺ ചെയ്യണം. ഇല്ലെങ്കിൽ ശാസിച്ചുള്ള ഊപ്പാട് വരും. മനസ്സിലായോ? ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ. എന്നിട്ട് ഇവനോട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നടത്തി. കാരണം തകർത്ത് തരിപ്പണമായി കുടുംബം. ഇടയ്ക്കിടയ്ക്ക് ബേക്കറി സാധനമൊക്കെ ഓർഡർ ചെയ്യും, വേണമെന്ന് പറയുമ്പോൾ അവരെല്ലാം കൊണ്ടുവരും. കാരണം കുഞ്ഞിന് പ്രശ്നമാണ്. അവന്റെ ആ കൂടെ പ്രശ്നം, അവന് പരീക്ഷ എഴുതണ്ടെന്നാണ്. സംഗതി സോൾവായി. അവന് ഭൂതത്തിന്റെ പൊസഷൻ അല്ല. ഞാനിത് രോഗാത്മാവെന്ന് പറഞ്ഞപ്പോൾ ഈ ആളുകളെ പെട്ടെന്ന് ഒരു വാക്കെ കയറി പിടിക്കുന്നു. പുള്ളി പറഞ്ഞിരിക്കുക എല്ലാ രോഗത്തിന്റെ പിൻപിൽ ഉടനെ എല്ലാം ജാസിക്കാൻ തുടങ്ങി. നോ, വി ഹാവ് ടു ഡിസേൺ എവ്രിതിങ്. നിങ്ങൾ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ വേറെ ഒരു അനുഭവം കൂടെ പറയാം. പിന്നെ നിങ്ങളല്ലയോ ആരോടും പറയാത്തത്. ഈ ചർച്ചില് ഒരു യൗവനക്കാരത്തിയെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നു. ഭൂതോപദ്രവമല്ല, പെട്ടെന്നാള് തളർന്നുപോയി. വണ്ടിയിൽ കൊണ്ടുവന്ന് എടുത്തോണ്ട് ഈ ഹോളിനകത്ത് കൊണ്ടുവന്നതാണ്. ഒറ്റ നോട്ടത്തിലെ എൻ്റെ ഉള്ളത്തിൽ വന്നു, ഇത് ചുമ്മാതാണ്. എന്തോ നിങ്ങൾ ഓർക്ക് ഇനി ഞാൻ ഇങ്ങനെ ഒരു കൃത്രിപ്പുകാരനായിട്ടായിരിക്കും. ഏതായാലും കൊള്ള, എനിക്ക് അങ്ങനെയാ വന്നത്. നല്ലൊരു യൗവനക്കാരത്തി, അല്ല ഭാവിയുള്ള ഒരു യൗവനക്കാരത്തി. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, അതിനെ കൊണ്ടുവന്നാന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ചില ആളുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് നടന്ന കാര്യമല്ല, രഹസ്യത്തിലൊന്നും അല്ല. there is ample proof for what I am saying. ഞാൻ ഈ മോളോട് വളരെ ശാന്തമായിട്ട്, ഞാൻ പരിഹസിക്കുക, കളിയാക്കുക, അവളെ പുട്ട് ഡൗൺ ചെയ്യുക, ഒന്ന് അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്തില്ല. ഞാൻ ശാന്തമാണ്, മോളെ സാരമില്ല മോളെ, ഇത് ജസ്റ്റ് പാസ്റ്റർ പ്രാർത്ഥിക്കുക, അതൊക്കെ മോക്ക് കുഴപ്പമൊന്നുമില്ലടി. അങ്ങനെ ഞാൻ ആ ഒരു അപ്രോച്ച് എടുത്ത് പറഞ്ഞ്, അൺബിലീവബിൾ. കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഐ ജസ്റ്റ് ടോൾഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ജസ്റ്റ് വാക്ക് ആൻഡ് റൺ. She was okay. They went back home perfectly all right. ഇന്നത്തെ ആളുകളായിരുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയതിനെ. ആക്ച്വലി അവക്കൊരു പ്രശ്നവും ഇല്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ. എനിക്ക് ടെക്നിക്കൽ പേരൊന്നും അറിയത്തില്ല. തോന്നലാണോ സൈക്കോളജി ആണോ? മേ ബി ഷീ വാസ് ട്രൈങ് ടു റൺ അവേ ഫ്രം സംതിങ്. ഐ ഡോണ്ട് നോ. ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ഡിസേൺ. അല്ലെങ്കിൽ രോഗാത്മാവെന്നൊന്ന് പറഞ്ഞു, എല്ലാ രോഗത്തിന്റെ പിൻപിൽ ദുരാത്മാവാണ് എന്ന് ചിന്തിച്ചു പോകും. എന്നാൽ അങ്ങനെ ഉണ്ട് താരം. മനസ്സിലായോ? അങ്ങനെ ഉണ്ട്. എന്നാൽ എല്ലാം അങ്ങനെയുള്ളത് അല്ല. എനിവേ, ദിസ് മാൻ ഇൻ ദി സിനഗോഗ് അറ്റ് കപ്പർനൗം വാസ് possessed. അതിനെ ആ ദുരാത്മാവ്, അശുദ്ധ ഭൂതം ബാധിച്ചു. അപ്പം പുതിയ നിയമത്തിലെ ചില ഭാഷ ശൈലിയാണ് ആത്മാവ് ബാധിച്ചിട്ട്, ബാധിച്ച എന്നൊക്കെ. വേറെ നിങ്ങൾ നോക്കുകയും ലൂക്കോസ് 8:30 അവനെ ബാധിച്ചിരുന്നത് കൊണ്ട്, പിന്നെ മത്തായി 8:16 അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. അപ്പൊ പുറത്ത് കളയാം, ഉള്ളിൽ കയറിയത് പുറത്ത് കളയാം. എന്നിട്ട് മത്തായി 8:32 അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. നോക്കിക്കേ, വാട്ട് ഡസ് ഇറ്റ് ഷോ? അശുദ്ധ വ്യാപാരം, അശുദ്ധ ആത്മാവ്, ഭൂത ആത്മാവ് ഉണ്ട്.
It enters people, it enters animals. It can be cast out under the authority of Jesus and under the power of the Holy Spirit. മർക്കോസ് 5:8 അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. മർക്കോസ് 5:13 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. അപ്പൊ ഈ വാക്കുകൾ, ഈ പുതിയ നിയമം ഉപയോഗിക്കുന്ന ഭാഷാ ശൈലിയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ഇത് ചിലർ ചിന്തിക്കുന്ന ചുമ്മാ തോന്നല്, അങ്ങനെ അല്ല. പിശാചിന്റെ കീഴിൽ ഡിമോണിക് സ്പിരിറ്റ്സ് ഉണ്ട്, കണ്ണിൽ കാണാത്ത സ്പിരിറ്റ് ബീയിങ്സ് ഉണ്ട്. ഒരു സിനഗോഗിൽ ഒരു മനുഷ്യന്റെ ഭൂതമിളകി. കാരണം the word of God went with power. ദൈവവചനം ആത്മാവിന്റെ ശക്തിയോടെ പോയി. ആ ഭൂതമിളകി. ഡിമോൺ പൊസഷൻ എന്ന് പറയുന്നത് ഒരു അമാനുഷിക പ്രതിഭാസമാണ്. അത് നമുക്ക് ഫിസിക്കൽ ടേംസിലോ സൈക്കോളജിക്കലോ ഒന്നും നമുക്കത് പറഞ്ഞ ആളുകളെ മനസ്സിലാക്കാനൊന്നും ഒക്കത്തില്ല. ആത്മീകരല്ലാത്ത ആളുകൾക്ക് അവർ പറയും ഇതൊക്കെ ചുമ്മാക്കള്. അങ്ങനെ അല്ല. We believe that the Bible is God's word. ഇത് നടന്ന സംഭവമാ, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ ഒരു സംഭവം കഫർനഹൂമിൽ നടന്നതാണ്. There was a man who was possessed എന്ന് പറഞ്ഞ കൺട്രോൾ മുഴുവനും ഡിമോണിക് സ്പിരിറ്റ് എടുത്തു. അത് ഇളകാൻ കാരണം സത്യമായ ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ ശക്തിയോട് ചെല്ലുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ആ ഭൂതശക്തികൾ മാനിഫെസ്റ്റ് ആകുകയാണ്. ഞാൻ ഇങ്ങനോട് പറയാം, ഇതിപ്പം ഡിമോണിക് പൊസഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡിമോണിക് ഇൻഫ്ലുവൻസുകളുണ്ട്, ചീത്തയായിട്ടുള്ള ചിന്തകൾ, അശുദ്ധാത്മാവ്, അശുദ്ധ ചിന്തകൾ. ഇതുപോലെ തന്നെ നമുക്കറിയാം 1 തിമോത്തി 4:1 മുതലുള്ള വാക്യങ്ങളിലൊക്കെ ഡിമോണിക് ഇൻഫ്ലുവൻസ് ആണ്. ഫോൾസ് ഡോക്ട്രിൻസ് അന്ത്യകാലത്ത് വ്യാപകമായി ഉണ്ടാകുമെന്നാണ് ആത്മാവ് തെളിവായി പറഞ്ഞിരിക്കുന്നത്. അനേകര് വിശ്വാസത്യാഗത്തിലേക്ക് പോകും. ഈ വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ഫോൾസ് ഡോക്ട്രിൻസ്, ഹെററ്റിക് ആയിട്ടുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അശുദ്ധാത്മാക്കളാണ്, ഭൂതങ്ങളാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇളകി. 34 വാക്യം, അവൻ നസ്രയനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. നസറേത്തിലെ സിനഗോഗുകാർക്ക് വെളിപ്പെടാത്തത് അശുദ്ധാത്മാവിനറിയാം. എങ്ങനുണ്ട്? സ്തോത്രം. നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ മനസ്സിലേക്ക് വേറെ പെട്ടെന്ന് പോകുന്നത് 40 ദിവസം മരുഭൂമിയിൽ പ്രലോഭനങ്ങൾ അഴിച്ചുവിട്ടു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെയും വചനത്തോടുകൂടി ഇവരുടെ നേതാവിനെ തോൽപ്പിച്ചത് ഈ ഡിമൺ അറിയാം. Jesus is undefeated. He is the Holy One of God. ഇത്രയും തിയോളജി അറിയാമോ നസറേത്തുകാർക്ക്? യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ അതിനെ ഖണ്ഡിക്കും എന്ന് പറഞ്ഞാ പലരും നടക്കുന്നത്. അശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന കണ്ടോ? അവൻ നസ്രയനായ യേശുവേ
എന്ന് പറഞ്ഞാൽ ഈ ദൈവവചന ശുശ്രൂഷയിൽ പരിഭ്രാന്തിയിലും ഭയത്തിലും ഉറക്ക നിലവിളിക്കുകയാണ്. പ്രാർത്ഥിക്കണം ദൈവസഭ. വചനധ്യാനത്തിനും പ്രസംഗത്തിനും ആത്മനിറവിൽ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ എക്സ്പെക്ട് സച്ച് മാനിഫെസ്റ്റേഷൻസ്. അശുദ്ധ വ്യാപാരത്തിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കാൻ കഴിയില്ലാതെ വിശുദ്ധിയുടെ ദൈവവചനം വന്ന് വെട്ടുമ്പോൾ ആ ആളിന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. കെട്ടപ്പെട്ടിരിക്കുകയാണ്, അയാളുടെ ഭാവി കെട്ടപ്പെട്ടതാണ്. Jesus has come to deliver people. The church is here to deliver people. ശരിക്കും അശുദ്ധാത്മാവിന് ഈ വ്യക്തിയിൽ കൂടികൊണ്ടിരിപ്പാൻ കഴിയില്ല. ദൈവപുത്രന്റെ സാന്നിധ്യവും വചനത്തിന്റെ ശക്തിയുടെ മുൻപിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ജീസസ് representing the kingdom of heaven is coming. അന്ധകാരത്തിന്റെ രാജ്യം ഷെയ്ക്കണപ്പാകുകയാണ്. ജീസസ് is invading the kingdom of darkness. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷയമുള്ളപ്പോൾ അധികാരം ഏറ്റെടുത്ത ആത്മനിറവിൽ you have the authority to break the powers of evil. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഏറ്റെടുക്കണം ആ വാക്യം. അപ്പൊ നമ്മുടെ ഇടയിലെ ഒരു പഠിപ്പീരാണ്, തിരിച്ചടി ഉണ്ടോ പാസ്റ്ററെ? നമ്മൾ അങ്ങനൊക്കെ പോയ ഇതെല്ലാം കൂടെ നമ്മൾക്ക് തിരിച്ചടിക്കുമോ? അതെ, ഞാൻ ഇപ്പൊ ഉദ്ധരിച്ച വാക്യത്തിന്റെ രണ്ടാം ഭാഗം അറിയാത്തത് കൊണ്ടാണ് ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് അതൊരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ നടത്തിപ്പിലാണോ, ആത്മനിയോഗത്തിലാണോ, അധികാരം നിങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യമുണ്ടോ? Are you anointed with the Holy Spirit? Are you a child and a disciple of Jesus Christ? ഒരാളിനി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡെലിവറൻസ് മിനിസ്ട്രി നടത്തണമെന്നില്ല. You are there, the disciple of Jesus. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും വചനം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവ് ഒരു നിയോഗം തരുമ്പോൾ ആത്മാവിന്റെ നടത്തിപ്പിൽ അധികാരത്തിൽ നിന്നുകൊണ്ട്, and we have the name of Jesus, യേശുവിന്റെ നാമത്തിൽ cast out demons, deliver people. അയൽവക്കക്കാരൻ എന്തെങ്കിലും പറ്റിയാൽ they'll call you. Praise the Lord. സ്തോത്രം. എന്നിട്ട് എന്താണ് ഈ അശുദ്ധാത്മാവ് പറയുന്നത്? അവൻ നസ്രേനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ ഞങ്ങളെ ആക്രമിക്കുന്നത്? യേശു എന്തുവാ വല്ലതും പറഞ്ഞു? The demon is feeling threatened under the power of God as the word is released. നസ്രേനായ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും തൃത്വത്തിൽ രണ്ടാമനാണെന്നും അവിടുത്തേക്ക് സകലത്തിന്റെ മേലും അധികാരവും ശക്തി ഉണ്ടെന്നുള്ളത് ഈ ദുഷ്ടാത്മാവിനറിയാം. സ്തോത്രം. 34 വാക്യത്തിന്റെ രണ്ടാം ഭാഗം, ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? അങ്കലാപ്പിലായി അശുദ്ധാത്മാവ്. ഒന്ന് യോഹന്നാൻ 3:8 കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന അപ്പോസ്തലൻ യോഹന്നാൻ എഴുതുന്ന കണ്ടോ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഞങ്ങളെ നശിപ്പിക്കാൻ, ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ തീർക്കാണോ ഞങ്ങളെ?
ഈ അശുദ്ധാത്മാക്കൾക്കറിയാം, they just have a limited time. നിത്യമാകുന്ന നാശത്തിലേക്ക് ദൈവത്തോട് മത്സരിച്ചതിന്റെ ഫലമായി അവരെ ഇടുവെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. ഇവിടെ ഈ അശുദ്ധാത്മാവ് ടെറിഫൈഡ്. ഇപ്പോൾ തന്നെ കർത്താവ് ഇത് ചെയ്യുമോ? മത്തായി 8:29 അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുപോ എന്ന് പറഞ്ഞു. They know. ജീസസിനെ കണ്ടപ്പോൾ ഭയന്നു പോവാൻ. അത് ഒന്നിലധികമുണ്ട് ഡീമൺസ്. ഞാൻ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ. 34 വാക്യത്തിന്റെ 3-ാം ഭാഗം, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. യോഗം നടക്കുക, കർത്താവ് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. In between, this guy is screaming at the top of his voice. നമ്മുടെ സഭായോഗത്തിന് ഏതായാലും ഒരു കുഴപ്പവും. അതിന് 2 കാരണങ്ങളാണ്. ഒന്നിൽ there is no അശുദ്ധാത്മാവ് there, അല്ലെങ്കിൽ the ministry is not that effective. ഏതേലും ഒന്നാ. Praise the Lord. Okay, വെളിയിൽ നിന്ന് ഒരാൾ വരട്ടെ. Maybe in your local church everybody is good and they are powerful witnesses. Fine. വെളിയിൽ നിന്ന് ഒരാൾ വരട്ടെ. ഇങ്ങനെ പ്രശ്നമുള്ളവൻ, നമുക്കറിയില്ല അയാളെ, പക്ഷെ അയാൾ വന്നിരിക്കുന്നു, അസ്വസ്ഥനാകുന്നു. As the word of God goes, അല്ലേ? അതൊന്ന് പ്രാർത്ഥിക്കാമോ പ്രിയരെ? നമ്മുടെയൊക്കെ ലോക്കൽ ചർച്ച് ഡെലിവറൻസുകൾ നടക്കട്ടെ ഇങ്ങനെ. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട്, ബ്രദറെ, നമുക്കിനി വചനമല്ല വേണ്ടത്, നമുക്കിനി എന്താ വേണ്ടി? ഡെലിവറൻസ്. വചനത്തിലുണ്ട് ഡെലിവറൻസ്. വചനം വിടരുത്. ഇനി ഭൂതം ഒരുത്തനെ വിട്ടാൽ തന്നെ അവന്റെ അകത്ത് വചനം കൊണ്ട് നിറയ്ക്കണം. ഏതായാലും ലിബറൽ തിയോളജിയൻസിനേക്കാൾ, നിരീശ്വരവാദികളെക്കാൾ, കൾട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകളെക്കാൾ ഈ അശുദ്ധാത്മാക്കൾക്ക് കർത്താവ് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. നീ ആർ എന്ന് ഞാൻ അറിയുന്നെന്ന ഈ അശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്കെ നിലവിളിച്ചു. സ്ക്രീമിങ്. സ്തോത്രം. കർത്താവിന്റെ മറുപടി 35-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, മിണ്ടരുത്. 35-ാം വാക്യത്തിൽ 41-ലുമൊക്കെ കർത്താവ് ഈ അശുദ്ധാത്മാക്കളെ മിണ്ടാതാക്കുന്നുണ്ട്. അതെന്താ? ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, പറയിപ്പിക്കും, അല്ലേ? ഡയലോഗില് അങ്ങ് ഏർപ്പെടുക. കാരണം അവർക്കൊരു സുഖമാണ്. ഓ, എനിക്ക് അടുക്കാൻ വയ്യ, നിങ്ങൾ വലിയ അപ്പൊ കേക്കടാ ഞാൻ ആരാ, അല്ലേ? ജീസസിന് അങ്ങനെ, ജീസസിന്റെ ഐഡന്റിറ്റി അങ്ങനെ, ഇവരുടെ പബ്ലിസിറ്റി വേണ്ട. He silenced the demons. Praise the Lord. ഈ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ആത്മാവിനാൽ ദൈവവൈതലേ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ demons will fear you. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പാടാം. മിണ്ടരുത്, അവനെ വിട്ടുപോകുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട്, ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഇൻ കൺട്രോൾ, പൊസസ് ചെയ്ത ഭൂതമാണ് കൺട്രോൾ, തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മേൽനോട്ടത്തിലായിരുന്നത് കൊണ്ട്
അവന് കേടൊന്നും വന്നില്ല. കർത്താവ് ശാസിച്ച ഉടൻ തന്നെ വിട്ടുപോകുക. ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ഈ അധികാരം എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട്, ശിഷ്യത്വ പാഠം പഠിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കുണ്ടോ? ഓക്കെ, നമ്മളിങ്ങനെ അറിയപ്പെട്ട കേസുകളൊന്നും ഹാൻഡിലൊന്നും ചെയ്തിട്ടില്ല. അധികാരമുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളാണ് ഞാൻ നേരത്തെ പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. വളരെ ഭൂതങ്ങളെ പുറത്താക്കി. സ്തോത്രം. ലൂക്കോസ് 10-19-20 വാക്യമാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പക്ഷേ 19-ാം വാക്യത്തിൽ അതിന്റെ 2-ാം ഭാഗം, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതോടൊപ്പം 20-ാം വാക്യം കൂടെ വായിച്ചിരിക്കണം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കും. ഒരാളിൽ നിന്ന് ഭൂതം വിട്ടുപോയി. ഇഫ് ദാറ്റ് പേഴ്സൺ he does not become a born again Christian, he will go to hell. അപ്പൊ ഭൂതം വിട്ടുപോയാൽ വചനത്താൽ നിറയ്ക്കണം, പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. അധികാരം നിങ്ങൾക്ക് ഉണ്ട്. 12 ഉപദേശിമാരെ എടുക്കുമ്പോഴും 70 പേരെ എടുക്കുമ്പോഴും ഒക്കെ കർത്താവ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. എല്ലാ ന്യൂ ടെസ്റ്റമെന്റ് ട്രൂ ബിലീവറിന് അതുണ്ട്. എക്സർസൈസ് ചെയ്യണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉറപ്പുകളും നിയോഗങ്ങളും നമുക്ക് തരും. 36-ാം വാക്യം, എല്ലാവർക്കും വിസ്മയമുണ്ടായി. 2ാമത്തെ തവണ പിന്നെ എഴുതുക, ഈ വചനമെന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടി അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് കൊണ്ട് ഇരുന്നു. Amazed at the authoritative teaching of Jesus. എന്നിട്ട് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഞാന് ബാക്കിയുടെ അങ്ങ് പറയണം എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം 44 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ ദിവസം നടന്നതാണ്. 38 മുതൽ പള്ളിയിൽ നിന്ന് വരുന്നത് എങ്ങോട്ടാ? അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അടുത്തത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവർ ഒക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെ മേൽ കൈവച്ച് അവരെ, എന്നെ ആ വാക്ക് വളരെ സ്പർശിച്ചു. ഇത്രയധികം ഹൗ ആർ യു ടേക്കിംഗ് ടൈം ഫോർ ദാറ്റ്? നമ്മൾ സാധാരണ കാണുന്നത് എല്ലാവരും മുന്നോട്ട് വന്നേ, ഓക്കെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. He is taking time to place his hand on each one. മനസ്സിലാക്കണം, രാവിലെ ശുശ്രൂഷ കഴിഞ്ഞ ഒരിടത്ത്, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇമാജിനേഷന് പീറ്ററിന്റെ വീട്ടിലായിരിക്കും ലഞ്ച്. അവിടെ ചെന്നപ്പോൾ അടുത്ത പ്രശ്നം, അത് കൈകാര്യം ചെയ്ത് വൈകുന്നേരമായപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പട്ടണം മുഴുവനും പീറ്ററിന്റെ മിറ്റത്തുണ്ട്. ആൻഡ് ഹി മിനിസ്റ്റർഡ് ടു ഓൾ. ക്ഷീണമില്ലേ? ഹ്യൂമൻ ബോഡി അല്ലേ ഇത്? ശിഷ്യരാകത്ത് നമ്മൾ ഇത് ഉൾക്കൊള്ളണം. നമുക്കെങ്ങനെയാ? ഒരു ഫോൺ കോൾ വരുമ്പോ തന്നെ വിളിക്കാൻ കണ്ട ഒരു സമയം,
മനുഷ്യൻ ഉറങ്ങുക എന്ന് പോലും ഇല്ല. പ്രശ്നമാണ്, നമുക്ക് പ്രശ്നമാണ്, അല്ലേ? സ്തോത്രം. Okay, let me go ahead quickly. അതിന് 42 മുതലുള്ള വാക്യം, സോറി, അതിൻ്റെ 40 മുതൽ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെ മേലും കൈവച്ച് അവരെ സൗഖ്യം. പലരിൽ നിന്ന് എഗെയിൻ ഭൂതങ്ങൾ, നീ ദൈവപുത്രന, എഗെയിൻ അതാ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. സെയിം കഫർനൗമിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ പലരിൽ നിന്ന് പോവുക. അടുത്ത കേൾക്കണേ, 42 വാക്യം. നേരം വെളുത്തപ്പോൾ, ഇത് വാസ്തവത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കേണ്ടതാണ്. രാത്രിയിൽ ഇവരെ എല്ലാം കൈവച്ച് മിനിസ്റ്റർ ചെയ്ത് എപ്പോഴായിരിക്കും യേശു കിടന്നത്? അർദ്ധരാത്രിയായി കാണും. ഇവിടെ എഴുതിയിരിക്കുക, നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. മാർക്ക് 1 ഇത് എഴുതിയിട്ടുണ്ട്, ഹി വെന്റ് ടു പ്രേ. അതിരാവിലെ എന്ന് പറഞ്ഞാൽ വളരെ പുലർച്ചയ്ക്ക്. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടഞ്ഞു. പത്രോസിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. എല്ലാ ഗോസ്പലിലൂടെ നമ്മൾ ചേർത്ത് വെക്കണം, മാർക്കൂടെ ചേർത്ത് വെക്കണം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാം? ഞാൻ എൻ്റെ ഭാഷയെ പറയാം. ഇന്നലത്തെ നല്ല മീറ്റിംഗ് ആയിരുന്നു. ആളുകൾ പറയുന്നത് അങ്ങ് പോകണ്ടെന്ന്. നമ്മളായിരുന്നല്ലോ, പ്രൈസ് ഗോഡ്, നസ്രയത്ത് നവന്മാരെല്ലാം കൂടെ പുറത്താക്കിയെങ്കിലും ഇവിടെ ഒരു സഭ സ്ഥാപിക്കാം നമുക്ക്, അല്ലേ? വിടുതലായി. ജീസസിന്റെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പ്രിയരെ. 43 വാക്യം. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീല പള്ളികളിൽ പ്രസംഗിച്ചു പോകുന്നു. എഗെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് മിനിസ്ട്രി. ശ്രദ്ധിക്കണം, ഇനി ഞാൻ ക്ലോസിംഗിൽ പറയുന്നത്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്, പിതാവ് അയച്ചിരിക്കുന്നത് നാട് മുഴുവനും പോയി ദൈവരാജ്യം പ്രസംഗിക്കണം, ടു പ്രീച്ച്. അതിൽ നിന്ന് വളരെ നൈസായിട്ട് കർത്താവിനെ മാറ്റുന്ന ഒരു തന്ത്രമാണ് സ്റ്റേ ഹിയർ. He discerned it. How is that? He was in prayer with his Father. He is full of the Holy Spirit. He is with the Father. ആളുകൾ അപ്രോച്ച് ചെയ്ത് വളരെ നല്ല നിലയിലാണ് അത് പോകരുത്. എല്ലാവരും കൂടെ വന്ന് അപ്പീൽ നടത്തുക. ആരാ ലീഡർ എന്നറിയാവോ? പീറ്റർ. Everybody is looking for you. Jesus said, no, I am going. എന്നെ അയച്ചിരിക്കുന്ന അതിനാണ്. അയച്ച ദൗത്യത്തിൽ നിന്ന് ശ്രദ്ധിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞും വ്യതിചലിപ്പിക്കാം. If you are not careful, let's take the path of Jesus Christ. വചനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. വചനം സംസാരിക്കുമ്പോൾ തന്നെ it cuts across. Demons flee. എന്നിട്ടും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ, again led by the Spirit, പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് ബന്ധപ്പെടുന്നു. ലെറ്റ്സ് ഫോളോ ജീസസ് ക്രൈസ്റ്റ്. എത്ര സൗമ്യതയാണ്! തകർന്നിരിക്കുന്നവർ, ഭൂതോപദ്രവം, രോഗികൾ, എല്ലാവരുടെ മേലും കരം വെക്കുക. നമ്മൾ അതിനെക്കാട്ടിൽ വലിയവരല്ല പ്രിയരെ. ലെറ്റ്സ് ഹംബിൾ ourselves. ഫോളോ ദ പാത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരാൾക്ക് വേണ്ടി നമ്മൾ പോകുമോ? 20 മൈലൊക്കെ നടന്നു പോയ സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ജീസസ് ടു സ്പീക്ക് ടു വൺ സമാരിറ്റൻ വുമൻ. ദാറ്റ്സ് അവർ ലോർഡ് ജീസസ്. നമ്മളാരും എക്സിക്യൂട്ടീവ്സ് അല്ല. We are doulos, the slave of our Lord Jesus Christ. താഴ്മയുള്ള ഹൃദയം ദൈവം നമുക്ക് തരട്ടെ. Let's follow Jesus Christ. God bless you.